ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കറണ്ട് അഫയേഴ്സ് സെഷനിലെ അടുത്തൊരു ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, BSF വ്യോമ വിഭാഗത്തിലെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ. BSF വ്യോമ വിഭാഗത്തിലെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആണ് ഇൻസ്പെക്ടർ ഭാവന ചൗധരി. BSF വ്യോമ വിഭാഗത്തിലെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആണ് ഇൻസ്പെക്ടർ ഭാവന ചൗധരി. 2025 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ. നമ്മൾ ബാക്കിയുള്ള നൊബേൽ സമ്മാനങ്ങളൊക്കെ ആർക്കാണ്, എന്തിനാണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചതാണ്. ഇന്ന് നമ്മൾ 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തെക്കുറിച്ചാണ് പറയുന്നത്. 3 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. മോക്കിർ അഖിയോൺ ഹോവിറ്റ് എന്നതാണ്. മോക്കിർ അഖിയോൺ ഹോവിറ്റ് എന്നിവർക്കാണ് 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. മോക്കിർ അഖിയോൺ ഹോവിറ്റ്, മുഴുവൻ പേരല്ല, ആ പേര് ഓർത്തിരിക്കാനുള്ള പേരുകൾ മാത്രമാണ് വെച്ചിട്ടുള്ളത്. മോക്കിർ അഖിയോൺ ഹോവിറ്റ് എന്നിവർക്കാണ് 2025 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. നവീകരണത്തിനും വളർച്ചയ്ക്കുമുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇവർക്ക് 2025 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത്. നവീകരണത്തിനും വളർച്ചയ്ക്കുള്ള പ്രവർത്തനത്തിനുമാണ് നൊബേൽ. അപ്പം 3 പേർക്കാണ് മോക്കിർ അഖിയോൺ ഹോവിറ്റ്. ആഗോള ടെക് ഭീമനായിട്ടുള്ള ഗൂഗിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹബ്ബ് AI ഹബ്ബ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ആഗോള ടെക് ഭീമനായ ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹബ്ബ് AI ഹബ്ബ് സ്ഥാപിക്കപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹബ്ബ് AI ഹബ്ബ് സ്ഥാപിതമാകുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുദേവ സർവമത സമ്മേളനം നടന്നത് എവിടെയാണ്? അടുത്തിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുദേവ സർവമത സമ്മേളനം നടന്നത് ഓസ്ട്രേലിയ. ഇപ്പോൾ റിവൈസ് ചെയ്യാം. BSF വ്യോമ വിഭാഗത്തിലെ ആദ്യത്തെ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആണ് ഇൻസ്പെക്ടർ ഭാവന ചൗധരി. BSF വ്യോമ വിഭാഗത്തിലെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ഇൻസ്പെക്ടർ ഭാവന ചൗധരി. 2025 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം മോക്കിർ അഖിയോൺ ഹോവിറ്റ് എന്നിവർക്കാണ്. മോക്കിർ അഖിയോൺ ഹോവിറ്റ് എന്നീ 3 പേർക്കാണ് 2025 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചിട്ടുള്ളത്. എന്തിനാണ് ലഭിച്ചത്? നവീകരണത്തിനും വളർച്ചയ്ക്കുമുള്ള പ്രവർത്തനത്തിന്. ആഗോള ടെക് ഭീമനായിട്ടുള്ള ഗൂഗിളിൻ്റെ AI ഹബ്ബ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹബ്ബ് സ്ഥാപിക്കപ്പെടുന്നത് വിശാഖപട്ടണത്താണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. ഇത് അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ് കേട്ടോ. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹബ്ബ് സ്ഥാപിക്കപ്പെടുന്നത് വിശാഖപട്ടണത്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ പദ്ധതിയായാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുന്ന ഈ ഒരു പദ്ധതി അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുദേവ സർവമത സമ്മേളനം അടുത്തിടെ നടന്നത് ഓസ്ട്രേലിയയിലാണ്. അടുത്തത്, ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യം ഏതാണ്? ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യമാണ് കേപ്പ് വെർഡെ. അപ്പോൾ ഒന്നാമത്തെ രാജ്യം ഏതാണ്? റഷ്യയിൽ വെച്ച് 2018 റഷ്യയിൽ വെച്ച് നടന്ന ലോകകപ്പിൽ ഐസ്ലൻഡാണ് ഈ ഒരു വിജയം നേടിയ, ഈ ഒരു യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യം. 2018 റഷ്യയിൽ വെച്ച് നടന്ന ലോകകപ്പിൽ കളിച്ച ഐസ്ലൻഡാണ് ഏറ്റവും ചെറിയ രാജ്യം. കേപ്പ് വെർഡെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യമാണ്. ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യമാണ് കേപ്പ് വെർഡെ. അടുത്തത്, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി പുറത്തിറക്കിയ റേഡിയോ ആണ് നെല്ലിക്ക എന്നത്. സംസ്ഥാന
ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്ക് വേണ്ടി പുറത്തിറക്കിയ പദ്ധതി റേഡിയോയുടെ പേരാണ് നെല്ലിക്ക എന്നത്. നെല്ലിക്ക. പൈതൃകം, ധാതുക്കൾ, ഡിജിറ്റൽ പരിഹാരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ഒപ്പുവെച്ചത് എന്നാണ് ചോദ്യം. പൈതൃകം, ധാതുക്കൾ, ഡിജിറ്റൽ പരിഹാരങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് ഇന്ത്യ മംഗോളിയയുമായിട്ട് 10 ധാരണാപത്രങ്ങളിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. 10 ധാരണാപത്രങ്ങളിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഇന്ത്യയും മംഗോളിയയുമാണ്. മംഗോളിയയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഖുറൽസുഖ് ഉഖ്നയാണ് മംഗോളിയയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. പൈതൃകം, ധാതുക്കൾ, ഡിജിറ്റൽ പരിഹാരങ്ങൾ തുടങ്ങി മേഖലകളിൽ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി 10ഓളം ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചത് ഇന്ത്യയും മംഗോളിയയുമാണ്. മംഗോളിയയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഖുറൽസുഖ് ഉഖ്ന. അടുത്തത് ഗിദ്ധാ നൃത്തം ഏത് സംസ്ഥാനത്തിൻ്റെ നാടോടി നൃത്തമാണ്? ഗിദ്ദ എന്നത് ഏത് സംസ്ഥാനത്തിൻ്റെ നാടോടി നൃത്തമാണ് എന്ന് ചോദിച്ചാൽ ആൻസർ പഞ്ചാബാണ്. പഞ്ചാബ്. ഗിദ്ദ നൃത്തം ഏത് സംസ്ഥാനത്തിൻ്റെ നാടോടി നൃത്തമാണ്? പഞ്ചാബിൻ്റെ നാടോടി നൃത്തമാണ്. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യം ഏതാണ്? കേപ്പ് വെർഡെ. ആദ്യത്തെ രാജ്യം ഏതാണ്? അത് ഐസ്ലൻഡ് ആണ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി പുറത്തിറക്കിയ റേഡിയോയാണ് നെല്ലിക്ക. പൈതൃകം, ധാതുക്കൾ, ഡിജിറ്റൽ പരിഹാരങ്ങൾ എന്നീ മേഖലകളിൽ ബന്ധം ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യ 10ഓളം ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചത് മംഗോളിയയുമായിട്ടാണ്. മംഗോളിയയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഖുറൽസുഖ് ഉഖ്ന. ഗിദ്ദ നൃത്തം ഏത് സംസ്ഥാനത്തിൻ്റെ നാടോടി നൃത്തമാണ്? പഞ്ചാബിൻ്റെ നാടോടി നൃത്തമാണ്. അടുത്തത് യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുനെസ്കോ. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ഖാലിദ് എൽ എനാനിയാണ് യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ. ഖാലിദ് എൽ എനാനി. സ്പേസ് എക്സ് സ്ഥാപകനായിട്ടുള്ള ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയയാണ് ഗ്രോക്ക്പീഡിയ എന്നത്. സ്പേസ് എക്സിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയയാണ് ഗ്രോക്ക്പീഡിയ എന്നത്. സ്പേസ് എക്സിൻ്റെ സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന AI എൻസൈക്ലോപീഡിയയുടെ പേര് ഗ്രോക്ക്പീഡിയ എന്നതാണ്. അടുത്തത് ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡ് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? ലോകത്തെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ലഡാക്കിലാണ്. ഉയരം വരുന്നത് 5913 മീറ്ററാണ്. 5913 മീറ്റർ ഉയരത്തിലാണ് ലഡാക്കിലെ ഈ ഒരു വാഹന ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള റോഡാണ്. വാഹന ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡാണ്. ലഡാക്കിലാണ് ഉള്ളത്. 2025 ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശനം തുടങ്ങിയ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയാണ് അമീർ ഖാൻ മുത്താഖി. 2025 ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശനം തുടങ്ങിയ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി. വിദേശത്ത് നിർമ്മിക്കുന്ന എല്ലാ ചലച്ചിത്രങ്ങൾക്കും 100% തീരുവ ചുമത്തിയ രാജ്യം ഏതാണ്? വിദേശത്ത് നിർമ്മിക്കുന്ന എല്ലാ ചലച്ചിത്രങ്ങൾക്കും 100% തീരുവ ചുമത്തിയ രാജ്യമാണ് അമേരിക്ക. വിദേശത്ത് നിർമ്മിക്കുന്ന എല്ലാ ചലച്ചിത്രങ്ങൾക്കും 100% തീരുവ ചുമത്തിയത് അമേരിക്കയാണ്. ഇവിടെ പറഞ്ഞത് യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ. നമ്മൾ യുനെസ്കോയുടെ പൂർണ്ണ രൂപവും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇത് ഓർത്തു വെക്കണം കേട്ടോ, പൂർണ്ണരൂപം ചോദിച്ചേക്കാം. യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറലാണ് ഖാലിദ് എൽ എനാനി. ഖാലിദ് എൽ എനാനി. സ്പേസ് എക്സിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന AI എൻസൈക്ലോപീഡിയയാണ്. AI എൻസൈക്ലോപീഡിയയുടെ പേരാണ് ഗ്രോക്ക്പീഡിയ എന്നത്. ഗ്രോക്ക്പീഡിയ. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ലഡാക്കിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡ് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. ലഡാക്കിൽ. ഉയരം 5913 മീറ്ററാണ്. 5913 മീറ്റർ. 2025 ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശനം തുടങ്ങിയ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ആരാണ്? അമീർ ഖാൻ മുത്താഖിയാണ്. അമീർ ഖാൻ മുത്താഖി. വിദേശത്ത് നിർമ്മിക്കുന്ന എല്ലാ ചലച്ചിത്രങ്ങൾക്കും 100% തീരുവ ചുമത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ് ആൻസർ. അമേരിക്ക. അടുത്ത സെറ്റ് ചോദ്യം. 2025 100 വർഷം പൂർത്തിയാക്കിയ ആത്മകഥ ആരുടേതാണ്? 2025 100 വർഷം പൂർത്തിയാക്കിയ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ്. ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടേതാണ്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. 1925 നവംബറിലാണ് നവജീവനിൽ ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. 1925 നവംബറിലാണ് നവജീവനിൽ ഗാന്ധിജിയുടെ ആത്മകഥയായിട്ടുള്ള എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. അങ്ങനെ 2025 ആയപ്പോഴത്തേക്കും 100 വർഷം തികയുകയാണ് ഗാന്ധിജിയുടെ ആത്മകഥ. ഇന്ത്യൻ ഓയിൽ ഡയറക്ടറായി ചുമതലയേറ്റത്. ഇന്ത്യൻ ഓയിലിൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റത് സൗമിത്ര പി ശ്രീവാസ്തവയാണ്. സൗമിത്ര പി ശ്രീവാസ്തവ. ഇന്ത്യൻ ഓയിലിൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റത് സൗമിത്ര പി ശ്രീവാസ്തവ. 2026 ഫിഫ ലോകകപ്പിന് പന്തിന് നൽകിയ പേര്. 2026 ഫിഫയുടെ ലോകകപ്പിനുള്ള പന്തിന് നൽകിയിരിക്കുന്ന പേരാണ് ട്രയോണ്ട എന്നത്. ട്രയോണ്ട. 2026 ഫിഫ ലോകകപ്പിനുള്ള പന്തിൻ്റെ പേര് ട്രയോണ്ട. അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം. ഇന്ത്യയിലെ ഏക മഡ് വോൾക്കാനോയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബാരാത്തങ്ങിൽ എന്നത്. അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം. ഇന്ത്യയിലെ ഏക മഡ് വോൾക്കാനോയാണ് ബാരാത്തങ്ങിൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ബാരാത്തങ്ങിൽ. അപ്പോൾ അത്രയൊന്ന് റിവൈസ് ചെയ്യാം. 2025 100 വർഷം പൂർത്തിയാക്കിയ ആത്മകഥ ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടേതാണ്. ഏതാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. 1925 നവജീവനിലാണ് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്. അതിന് 100 വർഷം 2025 തികയുകയാണ്. ഇന്ത്യൻ ഓയിലിൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റത് സൗമിത്ര പി ശ്രീവാസ്തവ. സൗമിത്ര പി ശ്രീവാസ്തവയാണ് ഇന്ത്യൻ ഓയിലിൻ്റെ ഡയറക്ടർ ജനറൽ. 2026 ഫിഫ ലോകകപ്പിനുള്ള പന്തിന് നൽകിയിരിക്കുന്ന പേരാണ് ട്രയോണ്ട എന്നത്. ട്രയോണ്ട. 2026 ഫിഫ ലോകകപ്പിനുള്ള പന്തിന് നൽകിയ പേര് ട്രയോണ്ട. അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതമാണ്, ഏക മഡ് വോൾക്കാനോയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ബാരാത്തങ്ങിൽ. അടുത്തത്, ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 2ാം പതിപ്പ് എവിടെ വെച്ചാണ്? ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 2ാമത്തെ പതിപ്പ് തിരുവനന്തപുരത്ത് വെച്ചാണ്. 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയാണ് ഇത്. 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയാണ്. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സ്കൂൾ കായികമേളയാണ്. 2ാം പതിപ്പാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നത്. ആദ്യ പതിപ്പ് കൊച്ചിയിൽ വെച്ചായിരുന്നു. 2ാം പതിപ്പാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ്.
സഞ്ജു സാംസൺ ആണ് സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ. സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സഞ്ജു സാംസൺ. ഭാഗ്യചിഹ്നം പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ഭാഗ്യചിഹ്നം തങ്കുമുയലാണ്, തങ്കുമുയൽ. അപ്പോൾ സ്കൂൾ ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 2ാം പതിപ്പ് എവിടെ വെച്ചാണ്? തിരുവനന്തപുരത്ത് വെച്ച്. ആദ്യ പതിപ്പ് എവിടെയായിരുന്നു? കൊച്ചിയിലായിരുന്നു. 2ാം പതിപ്പ് എത്രാമതാണ്? 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേള ആയിരുന്നു. ഓക്കെ. അടുത്തിടെ അന്തരിച്ച റെയ്ല ഒട്ടിങ്ക ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു? കെനിയയുടെയാണ്, കെനിയയുടെ. അടുത്തിടെ ഇദ്ദേഹം അന്തരിച്ചു. റെയ്ല ഒട്ടിങ്ക കെനിയയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. റെയ്ല ഒട്ടിങ്ക കെനിയയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. ഹെൻലി പാസ്പോർട്ട് സൂചിക ഹെൻലി പാസ്പോർട്ട് സൂചിക 2025 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 85ആണ്. ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം 2025 ഇന്ത്യയുടെ സ്ഥാനം 85ആണ്. 85. ഒന്നാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂരാണ്. ഒന്നാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂരാണ്. ഏറ്റവും ദുർബലമായിട്ടുള്ള പാസ്പോർട്ട് അഫ്ഗാനിസ്ഥാൻ്റേതും ആണ്. ഒന്നാം സ്ഥാനം സിംഗപ്പൂരിനാണ്. ഇന്ത്യയുടെ സ്ഥാനം 85ആണ്. ഏറ്റവും ദുർബലമായിട്ടുള്ള പാസ്പോർട്ട് അഫ്ഗാനിസ്ഥാൻ്റേതും ആണ്. ഓക്കെ. ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം 2025 ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് 85ാമതാണ്. 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സിംഗപ്പൂരാണ്. ഏറ്റവും ദുർബലമായിട്ടുള്ള പാസ്പോർട്ട് ഉള്ളത് അഫ്ഗാനിസ്ഥാൻ്റേതും ആണ്. ഓക്കെ. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയാകുന്നത് 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യ. ആതിഥേയരായ നഗരമായിട്ട് വരുന്നത് അഹമ്മദാബാദാണ്. അഹമ്മദാബാദ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് ഇന്ത്യ. ആതിഥേയരായ നഗരം അഹമ്മദാബാദാണ്. അഹമ്മദാബാദ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദി ഇന്ത്യയാണ്. ആതിഥേയരായിട്ടുള്ള നഗരം അഹമ്മദാബാദുമാണ്. വ്യോമസേനാ ശേഷി റാങ്കിങ്ങിൽ ചൈനയെ മറികടന്ന് ഇന്ത്യയുടെ സ്ഥാനം 3ാം സ്ഥാനത്താണ്. വ്യോമസേനാ ശേഷി റാങ്കിങ്ങിൽ ചൈനയെ മറികടന്ന് ഇന്ത്യയുടെ സ്ഥാനം 3ാം സ്ഥാനമാണ്. 3ാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയർത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഒന്ന് പറയാം. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 2ാമത്തെ പതിപ്പ് എവിടെ വെച്ചാണ്? തിരുവനന്തപുരത്ത് വെച്ചാണ്. അത് 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയാണ്. 1ാമത്തെ പതിപ്പ് കൊച്ചിയിൽ വെച്ചായിരുന്നു. 2ാമത്തെ പതിപ്പ് തിരുവനന്തപുരത്ത് വെച്ച്. അടുത്തിടെ അന്തരിച്ച റെയ്ല ഒട്ടിങ്ക ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു? കെനിയയുടെ. കെനിയ. ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം 2025 ഇന്ത്യയുടെ സ്ഥാനം 85. ഒന്നാം സ്ഥാനം സിംഗപ്പൂർ. ഏറ്റവും ദുർബലമായത് അഫ്ഗാനിസ്ഥാൻ. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. ആതിഥേയരായ നഗരം അഹമ്മദാബാദാണ്. വ്യോമസേനാശേഷി റാങ്കിങ്ങിൽ ചൈനയെ മറികടന്നുകൊണ്ട് ഇന്ത്യ നേടിയ സ്ഥാനം 3ാം സ്ഥാനമാണ്. 3ാം സ്ഥാനം. അടുത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര ദിനം ഒക്ടോബർ 17 ഒക്ടോബർ 17. ഈ വർഷത്തെ പ്രമേയം 2025 ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര ദിനത്തിൻ്റെ പ്രമേയം കുടുംബങ്ങൾക്ക് ബഹുമാനവും ഫലപ്രദവുമായ പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് സാമൂഹികവും സ്ഥാപനപരവുമായിട്ടുള്ള പീഡനം അവസാനിപ്പിക്കുക എന്നതാണ്. കുടുംബങ്ങൾക്ക് ബഹുമാനവും ഫലപ്രദവുമായിട്ടുള്ള പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് സാമൂഹികവും സ്ഥാപനപരവുമായിട്ടുള്ള പീഡനം അവസാനിപ്പിക്കുക എന്നതാണ് 2025 പ്രമേയം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര ദിനത്തിൻ്റെ 2025 പ്രമേയമാണ് ഇത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര ദിനം ഒക്ടോബർ 17 ഒക്ടോബർ 17. പലാമു കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് സംസ്ഥാനത്താണ്. ജാർഖണ്ഡ്.
പലാമു കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്, ജാർഖണ്ഡ്. അടുത്തിടെ അലാസ്കയിൽ വ്യാപക നാശം വിതച്ച ചുഴലിക്കാറ്റ്, അലാസ്കയിൽ വ്യാപക നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് ഹാലോങ് ചുഴലിക്കാറ്റ്, ഹാലോങ് ചുഴലിക്കാറ്റ്. അലാസ്കയിൽ വ്യാപക നാശം വിതച്ച ചുഴലിക്കാറ്റ് ഹാലോങ് ചുഴലിക്കാറ്റ്. ഹാലോങ് ചുഴലിക്കാറ്റ് വീശിയ സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അലാസ്കയാണ്, അലാസ്ക. ഫോബ്സ് ആണ് കേട്ടോ, ഫോബ്സ് മാസികയുടെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഫുട്ബോൾ താരങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫോബ്സ് മാസികയുടെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഫുട്ബോൾ താരങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഇദ്ദേഹം ഈ ഒരു സ്ഥാനം, 1-ാം സ്ഥാനം കരസ്ഥമാക്കുന്നത് 6-ാമത്തെ തവണയാണ്. 6-ാമത്തെ തവണയും ഇദ്ദേഹമാണ് 1-ാം സ്ഥാനത്തുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഫോബ്സ് മാസിക തയ്യാറാക്കുന്ന ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഫുട്ബോൾ താരങ്ങളുടെ പട്ടികയിൽ 6-ാം തവണയും 1-ാം സ്ഥാനത്തെത്തുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇത് റിവൈസ് ചെയ്യാം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര ദിനം ഒക്ടോബർ 17. ഈ വർഷത്തെ പ്രമേയം, 2025 പ്രമേയം, കുടുംബങ്ങൾക്ക് ബഹുമാനവും ഫലപ്രദവുമായ പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് സാമൂഹികവും സ്ഥാപനപരവുമായിട്ടുള്ള പീഡനം അവസാനിപ്പിക്കുക എന്നതാണ്. കുടുംബങ്ങൾക്ക് ബഹുമാനവും ഫലപ്രദവുമായിട്ടുള്ള പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് സാമൂഹികവും സ്ഥാപനപരവുമായിട്ടുള്ള പീഡനം അവസാനിപ്പിക്കുക. പലാമു കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ് സംസ്ഥാനത്താണ്. അടുത്തിടെ അലാസ്കയിൽ വ്യാപക നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് ഹാലോങ് ചുഴലിക്കാറ്റ്, ഹാലോങ് ചുഴലിക്കാറ്റ്. ഫോബ്സ് മാസികയുടെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഫുട്ബോൾ താരങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 6-ാമത്തെ തവണയും ഇദ്ദേഹം തന്നെയാണ് 1-ാം സ്ഥാനത്ത് ഉള്ളത്, ക്രിസ്ത്യാനോ റൊണാൾഡോ. അടുത്തത്, സ്കൂൾ ഒളിമ്പിക്സിൽ ഇത്തവണ മുതൽ പുതിയ 3 ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണത്? സ്കൂൾ ഒളിമ്പിക്സിൽ പുതിയ 3 ഇനങ്ങൾ ഈ വർഷം മുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയാണ് കളരിപ്പയറ്റ്, ഫെൻസിങ്, യോഗ എന്നിവ. കളരിപ്പയറ്റ്, ഫെൻസിങ്, യോഗ എന്നിവയാണ് സ്കൂൾ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ 3 ഇനങ്ങൾ. ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ളത്, ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ളത് സ്പെയിനാണ് കേട്ടോ. ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം സ്പെയിനിനാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീം 136-ാം സ്ഥാനത്താണ് ഉള്ളത്. ഇന്ത്യൻ ഫുട്ബോൾ ടീം 136-ാം സ്ഥാനത്താണ് ഉള്ളത്. ഇന്ത്യയുടെ സ്ഥാനം 136. 1-ാം സ്ഥാനത്തുള്ളത് സ്പെയിനാണ്. ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ളത് സ്പെയിനാണ്. ഇന്ത്യയുടെ സ്ഥാനം 136. ഇന്ത്യയുടെ ഗഗൻയാന്റെ മുന്നോടിയായി ISROയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് യാത്ര തിരിക്കുന്നു. ആ റോബോട്ടിൻ്റെ പേരാണ് വ്യോമമിത്ര എന്നത്, വ്യോമമിത്ര. ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കുന്ന ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയാണ് ഗഗൻയാൻ എന്നത്. ഗഗൻയാന്റെ മുന്നോടിയായി ISRO ഹ്യൂമനോയിഡ് റോബോട്ടിനെ യാത്ര അയക്കുന്നുണ്ട്. ആ റോബോട്ടിന്റെ പേരാണ് വ്യോമമിത്ര, വ്യോമമിത്ര, വ്യോമമിത്ര. ഓക്കെ. ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഈ വർഷത്തെ ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് പുരസ്കാരം നേടിയത് കവി ഏഴാച്ചേരി രാമചന്ദ്രനാണ്. 50,000 രൂപയാണ് പുരസ്കാര തുക. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ അവസര നയം തയ്യാറാക്കുന്നതിനായി സുപ്രീം കോടതി ബെഞ്ച് രൂപീകരിച്ച കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ അവസര നയം തയ്യാറാക്കുന്നതിനായി സുപ്രീം കോടതി ബെഞ്ച് രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ആശാ മേനോൻ. ജസ്റ്റിസ് ആശാ മേനോൻ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ അവസര നയം തയ്യാറാക്കുന്നതിനായി സുപ്രീം കോടതി ബെഞ്ച് രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡൽഹി ഹൈക്കോടതിയുടെ മുൻ ജഡ്ജി ആയിരുന്ന ജസ്റ്റിസ് ആശാ മേനോനാണ്. ഡൽഹി ഹൈക്കോടതിയുടെ മുൻ ജഡ്ജി ആയിരുന്നു ഇദ്ദേഹം, ജസ്റ്റിസ് ആശാ മേനോൻ. സ്കൂൾ ഒളിമ്പിക്സിൽ ഇത്തവണ മുതൽ പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുള്ള 3 ഇനങ്ങൾ ഏതൊക്കെയാണ്?
കളരിപ്പയറ്റ്, ഫെൻസിങ്, യോഗ. കളരിപ്പയറ്റ്, ഫെൻസിങ്, യോഗ. ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ളത് സ്പെയിനാണ്. ഇന്ത്യയുടെ സ്ഥാനം 136. ഇന്ത്യയുടെ ഗഗൻയാൻ്റെ മുന്നോടിയായി ISROയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് യാത്ര തിരിക്കുന്നു. ആ റോബോട്ടിൻ്റെ പേരാണ് വ്യോമമിത്ര എന്നത്. വ്യോമമിത്ര. ചെറുകാട് സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഏഴാച്ചേരി രാമചന്ദ്രൻ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ അവസര നയം തയ്യാറാക്കുന്നതിനായി സുപ്രീം കോടതി ബെഞ്ച് രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ആശാ മേനോൻ. ജസ്റ്റിസ് ആശാ മേനോൻ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ അവസര നയം തയ്യാറാക്കുന്നതിനായി സുപ്രീം കോടതി ബെഞ്ച് രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡൽഹി ഹൈക്കോടതിയുടെ മുൻ ജഡ്ജി ജസ്റ്റിസ് ആശാ മേനോൻ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കുറച്ച് ഭാഗമേ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ. അതായത് ഇന്നത്തെ ക്ലാസ് ചെറിയൊരു ക്ലാസ്സാണ്, വളരെ പെട്ടെന്ന് തന്നെ പഠിച്ച് തീർക്കാവുന്ന ഒരു ക്ലാസ്സാണ്. എല്ലാവർക്കും ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.